ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ജിഗർദണ്ടയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഓരോവില്ല് കാണാൻ വേണ്ടിയിട്ടാണ്. വരണ വഴി മൊത്തം നല്ല വെയിലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. ഓരോവില്ല് കാണാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഇത് എന്താ സംഭവം പോലും എനിക്ക് അറിയണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഇതവിടുത്തെ ഒരു മ്യൂസിയം ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണിത്, എങ്ങനെയാണ് ഇത് ഉണ്ടായെന്നൊക്കെയാണ് എഴുതി വെച്ചേക്കണേ. കാര്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും മനസ്സിലായോ? ജാതിയില്ല മതമില്ല പറഞ്ഞില്ല. സൂപ്പർ. ഇത്രയും നേരം അവിടെ നിന്ന് വായിച്ചിട്ട് ഇതാണ് മമ്മിക്ക് മനസ്സിലായത്. ഇതെന്താ ഉൽക്ക വീണതോ? ഇതിന്റെ അകത്ത് എന്തോന്ന്? അതെ ഗൈസ്, ഈ പറഞ്ഞതൊക്കെയാണ് ഓരോവിൽ. ഏതാണ്ട് ഒരു 1968 ഉണ്ടാക്കിയ ഒരു ഇന്റർനാഷണൽ ടൗൺഷിപ്പാണ് ഓരോവിൽ. ഇവിടെ ഒരു 50ലധികം രാജ്യത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും ഇല്ലാണ്ട് ജീവിക്കുന്നു. അവിടെയുള്ള ഓരോരുത്തരും അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് ജോലി ചെയ്യുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ഒരു കമ്മ്യൂണിറ്റി ലീവിങ് കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ധ്യാനത്തിന് വേണ്ടി അവരതിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചേക്കണ ഒരു സ്വർണ്ണ ഗോളമാണ്. അതാണ് മാത്രി മന്ദിർ. അങ്ങോട്ട് പോണ വഴിക്ക് നിറയെ കാണാനുള്ള സംഭവങ്ങളാണ്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് ഒരു 30 മിനിറ്റ് നടക്കാനുണ്ട്. നടന്ന് ഞാൻ മടുത്ത്. എൻ്റെ ദുഷ്ടരായ കസിൻസ് വണ്ടി ഉണ്ടായിട്ടും എന്നെ അതിൽ പറഞ്ഞു വിട്ടില്ല. നടത്തിച്ചെന്നെ കൊന്നു അവർ. നടന്ന് ക്ഷീണിച്ച് ഈ കലിങ്കിൽ വന്ന് മാനത്ത് നോക്കി കിടന്നപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ഇവർ ഈ ചെയ്യുന്നത് ഡാൻസിന് സ്റ്റെപ്പ് ഇടുന്നതോ നടക്കാൻ പഠിക്കുന്നതോ ഒന്നുമല്ല. ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ്. ക്യാമറമാൻ വേറെ ആരുമല്ല, നമ്മുടെ ബ്ലായാണ്. അത് കണ്ട് ഇൻസ്പയർഡായി ശ്യാം ചേട്ടനും ബ്ലായും അങ്ങനെ ഒരു പോസ് പരീക്ഷിച്ച്. ഇവരുടെ പരീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോഴാണ് ആ സ്വർണ്ണഗോളം ഞങ്ങൾ കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. ഇനി നടക്കണ്ടല്ലോ. ഇതാണ് ഗൈസ് നമ്മൾ കാണാൻ വന്ന മാത്രി മന്ദിർ. ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ഒരു തവണ എന്തായാലും കണ്ടിരിക്കണം. അതിൻ്റെ അടുത്തുള്ള ഇലകളിൽ ആരൊക്കെയോ പേര് എഴുതി വെച്ചേക്കണ കണ്ടിട്ട് ചേട്ടാ എൻ്റെ പേര് എഴുതിയിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് ഇനി ആരെങ്കിലും വരുമ്പം അവിടെ എൻ്റെ പേരുണ്ടോ എന്നൊന്ന് നോക്കിയേക്ക്. തിരിച്ചു നടക്കേണ്ടി വന്നില്ല, എല്ലാവരെയും ബസ്സിൽ അവർ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ ഓരോ വലിയ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.